ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th മൊഡ്യൂളാണ്. ആ 4th മൊഡ്യൂൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സിലബസ് നോക്കാം. സിലബസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽസ്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, മോർ column failure criterion, more circle method for determination of principal planes and stresses, numerical problems, relationship between shear parameters and principal stresses. അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല റിലേഷൻഷിപ്പിൻ്റെ. ദെൻ ബ്രീഫ് ഡിസ്കഷൻ ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ട്രൈ-ആക്സിയൽ കംപ്രഷൻ ടെസ്റ്റ്, വെയിൻ ഷിയർ ടെസ്റ്റ് and unconfined compression test and its applicability, numerical problems, UU and CD test. അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ സിലബസ് മെയിനായിട്ട് വരുന്നത് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ടെസ്റ്റുകളെ കുറിച്ച് പഠിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ളത്. ചെറിയ 2-3 തിയറികൾ ഉണ്ടാവാറുണ്ട്. ഇനി ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാം. സച്ച് ആസ് കോൺക്രീറ്റ്, സ്റ്റീൽ, ബ്രിക്ക്, വുഡ് അഗ്രിഗേറ്റ് ആൻഡ് സോയിൽ. അങ്ങനെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ സ്ട്രെങ്ത് ആണ്. എത്ര സ്ട്രെങ്ത് ഉണ്ട്, ഏതിലാണ് അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഓരോ മെറ്റീരിയൽസും ഓരോ തരത്തിൽ സ്ട്രോങ് ആണ്, ഓരോ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കോൺക്രീറ്റ്, ബ്രിക്ക്, വുഡിൻ്റെയൊക്കെ കേസ് എടുത്താൽ ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. That is, it may resist high compressive stresses. ഇനി സ്റ്റീലിൻ്റെ കേസ് എടുത്താൽ it is good at tension. That is, it may resist more tensile stresses. ഇനി സോയിലിൻ്റെ കേസ്, സോയിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഷിയർ സ്ട്രെങ്ത് ആണ്. കോൺക്രീറ്റിൻ്റെ കേസിൽ കംപ്രസീവ് സ്ട്രെങ്ത്തും സ്റ്റീലിൻ്റെ കേസിൽ ടെൻസൈൽ സ്ട്രെങ്ത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പോലെ ആസ് എ ജോ ടെക്നിക്കൽ എഞ്ചിനീയർ സോയിലിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലാണ്. ഇനി സോയിൽ മോസ്റ്റായിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നത് കംപ്രസീവ് ലോഡ്സ് ആണ്. കംപ്രസീവ് ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നതെങ്കിലും അതിൽ വരുന്ന ഫെയിലിയർ ഈസ് ഷിയർ. അതുകൊണ്ടാണ് ഷിയർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഷിയർ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് പോവുക, 2 സർഫസ് തമ്മിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നതിനാണ് ഷിയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ വരുന്ന ഷിയർ ഫെയിലിയറും ഒരു എംബാങ്ക്മെൻറ്റിൽ വരുന്ന ഷിയർ ഫെയിലിയറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഷിയർ സ്ട്രെങ്ത്? സ്ട്രെങ്ത് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ് പഠിച്ചിട്ടുണ്ട്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന് ബിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്. ഇറ്റ് ഈസ് ദ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഷിയർ സ്ട്രെസ് എ മെറ്റീരിയൽ ക്യാൻ സസ്റ്റെയിൻ ബിഫോർ ഫെയിലിയർ. ഫെയിലിയറിന് മുന്നായിട്ട് അതിന് എത്ര സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഷിയർ സ്ട്രെസ്സ് എത്ര സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഷിയർ സ്ട്രെങ്ത് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി സേഫ്റ്റി ഓഫ് ജിയോ ടെക്നിക്കൽ സ്ട്രക്ചർ ഡിപ്പെൻഡ് അപ്പോൺ സോയിൽ ഷിയർ സ്ട്രെങ്ത്. ഒരു ജിയോ ടെക്നിക്കൽ സ്ട്രക്ചേഴ്സ്, മെയിനായിട്ട് വരുന്ന ജിയോ ടെക്നിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻസ് ആണ്. അതുപോലെ തന്നെ എംബാങ്ക്മെൻറ്റ്സ് ഉണ്ട്, സോയിൽ റിട്ടൈനിങ് സ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സേഫ്റ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഫെയിലിയർ ഓഫ് സോയിൽ
പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഫെയിലിയർ ആയാൽ, ആ ജിയോ ടെക്നിക്കൽ സ്ട്രക്ചർ ഫെയിലിയർ ആയാൽ ദ ഫെയിലിയർ ഓഫ് ഓൾ സ്ട്രക്ചർ, എല്ലാ സ്ട്രക്ചറും ഫെയിലിയർ ആകും. അപ്പോൾ സോയിൽ എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ്. ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഷിയർ സ്ട്രെസ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഷിയർ ഫെയിലേഴ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു സ്ലൈഡിങ് ആൻഡ് റോളിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. സ്ലൈഡിങ് ആൻഡ് റോളിംഗ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഷിയർ ഫെയിലർ ഉണ്ടാകുന്നത്. ഒരു ലെയർ വേറൊരു ലെയറായിട്ട് സ്ലൈഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ റോൾ ചെയ്ത് പോവാം. ഇനി സോയിലിന് ഷിയർ സ്ട്രെങ്ത് കൊടുക്കുന്ന 2 പാരാമീറ്റേഴ്സാണ്. ദാറ്റ് ഈസ് കൊഹഷൻ ആൻഡ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. കൊഹഷൻ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ്, സ്ട്രെസ് ഇൻഡിപെൻഡൻറ്റ് കോമ്പണൻ്റ് ആണ്. ദാറ്റ് ഈസ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ ഗ്രെയിൻസ് തമ്മിലുള്ള സിമെൻറ്റേഷൻ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്കിംഗ് ബിറ്റ്വീൻ സോയിൽ ഗ്രെയിൻസ് തമ്മിലുള്ള ഇൻ്റർലോക്കിംഗ് ആണ്. കൊഹഷന് സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് കോഫിഷ്യൻ്റ് ഓഫ് കൊഹഷൻ, ദാറ്റ് ഈസ് സി, സ്മോൾ ലെറ്റർ സി. ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് ഫൈ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഷിയർ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സിഗ്നിഫിക്കൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സേഫ്റ്റി ഓഫ് എനി ജിയോ ടെക്നിക്കൽ സ്ട്രക്ചർ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് സോയിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജിയോ ടെക്നിക്കൽ സ്ട്രക്ചർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ ടെക്നിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണമെങ്കിൽ അതിൽ സോയിൽ സ്ട്രോങ് ആവണം. അപ്പോൾ സോയിലിനനുസരിച്ചാണ് നമ്മൾ ഫൗണ്ടേഷൻസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ആ സോയിലിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സോയിലിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞില്ലെങ്കിൽ, അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ, ഇറ്റ് മേ ലീഡ് ടു ദി കൊളാപ്സ് ഓഫ് all structure. If the soil fails, the structure found on it can collapse. Understanding of shear strength is the basis to analyze soil stability problems like lateral pressure on earth retaining structures, slope stability, bearing capacity. അപ്പോൾ bearing capacity, slope stability, lateral pressure, ഇതിൻ്റെയൊക്കെ ഒരു ഇൻഡെക്സ് ആണ് എന്ത്? ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നമ്മൾ വരുന്ന മൊഡ്യൂൾസിൽ അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊരു തിയറി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ മോർ കോളം ഫെയിലർ ക്രൈറ്റീരിയൻ ഓർ മോർ സ്ട്രെങ്ത് തിയറി. ആസ് പെർ മോർ ആൻഡ് കോളം, material fails essentially by shear. But shear stress causing failure depends upon the properties of soil as well as the normal stress on failure plane. അപ്പോൾ നമ്മൾ സോയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫെയിൽ എസെൻഷ്യലി ബൈ ഷിയർ കൊണ്ടാണ് ഫെയിലർ ആവുന്നത്. ഇനി ഷിയർ സ്ട്രെസ് കോസിങ് ഫെയിലിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ, ആ ഫെയിലിയറിന് കോസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സി ആൻഡ് ഫൈസിനെയാണ്. സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് നോർമൽ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫെയിലിയർ ഈസ് കോസ്ഡ് ബൈ critical combination of normal and shear stress. ഇനി ഫെയിലിയർ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ നോട്ട് ബിക്കോസ് ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ഓർ നോട്ട് ബിക്കോസ് ഓഫ് മാക്സിമം നോർമൽ സ്ട്രെസ്. പക്ഷേ അത് സംഭവിക്കുന്നത് ബൈ എ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ ഓഫ് നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്. ആ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്സിൻ്റെ ക്രിട്ടിക്കൽ കോമ്പിനേഷൻ കൊണ്ടാണ് ഫെയിലിയർ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആസ് എ ഫങ്ഷൻ ഓഫ് സിഗ്മ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും.
ഇനി the ultimate strength of material is determined by the stresses in potential failure plane. ഇനി ഒരു മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഫെയിലിയർ പ്ലെയിനിൽ എന്തൊക്കെ സ്ട്രെസ് ഉണ്ട്, ആ ഫെയിലിയർ പ്ലെയിനിലുള്ള സ്ട്രെസ് വാല്യൂസ് ആണ്. ഇനി നെക്സ്റ്റ്, വെൻ മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു 3D പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. The intermediate principal stress does not have any influence on strength of material. Intermediate സ്ട്രെസ്സിന് ദാറ്റ് ഈസ് 3 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ട്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ ഇത് 3 സിഗ്മ 2 ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് ഡസ് നോട്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്നാണ് മോർക്കോളം തിയറി പറയുന്നത്. അപ്പോൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മെറ്റീരിയൽ ഷിയർ കൊണ്ട് ഫെയിലിയർ ആവുകയാണെങ്കിൽ, സോയിൽ മെയിനായിട്ട് ഫെയിലിയർ ആവുന്നത് ഷിയർ കൊണ്ടാണ്. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് കോഹഷൻ, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആൻഡ് നോർമൽ സ്ട്രെസ്. ഇനി ഫെയിലിയർ സംഭവിക്കുന്നത് നോട്ട് ബൈ maximum shear stress or nor by maximum normal stress. It is because of the critical combination of normal and shear stresses. ഇനി ലാസ്റ്റ് പറയുന്നത്, the ultimate strength of material is determined by the stresses in potential failure plane. ആ ഫെയിലിയർ പ്ലെയിനിലുള്ള സ്ട്രെസ്സസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കണക്കാക്കുന്നത്. ഇനി ഒരു മെറ്റീരിയൽ സ്ട്രെസ്സിന് സബ്ജക്റ്റഡ് ആണെങ്കിൽ അതിൽ ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഈസ് നോട്ട് കൺസിഡേർഡ്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കൺസിഡർ ചെയ്യുന്നത് 2 മാത്രമേ ഉള്ളൂ, സിഗ്മ 1 ആൻഡ് സിഗ്മ 3. ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടാനാണ്. ഇതാണ് ഒരു സോയിൽ എലമെൻ്റ് എന്ന് കൺസിഡർ ചെയ്യുക. എന്നാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്, നോർമൽ ഫോഴ്സ്. അപ്പോൾ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ ഫോഴ്സ് ബൈ അത് ആക്ട് ചെയ്യുന്ന ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന അതിൻ്റെ ഏരിയയാണ്. ദാറ്റ് ഈസ് N/A. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആണെങ്കിൽ പോസിറ്റീവാണ് നോർമൽ സ്ട്രെസ്, ടെൻഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവാണ്. ഇനി ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടോ ഈക്വൽ ടു T/A. എത്ര ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്തു ഡിവൈഡഡ് ബൈ അത് ഏത് ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്, T/A ആണ്. അതിൻ്റെ സൈൻ ഇതാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ സൈന് നിങ്ങൾ ശ്രദ്ധിക്കണം. കംപ്രഷൻ ആണെങ്കിൽ പോസിറ്റീവാണ് നോർമൽ സ്ട്രെസ്സിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവാണ്. ഇനി പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് സ്ട്രെസ്സസ് അതെന്താണെന്ന് നോക്കാം. At any stressed point, there exist 3 mutually perpendicular planes on which there are no shear stress acting. These are called principal planes. ഇനി ഒരു എലമെൻ്റ് എടുക്കുക, ഒരു സ്ട്രെസ്ഡ് എലമെൻ്റ് എടുക്കുക. ആ സ്ട്രെസ്ഡ് എലമെൻറ്റ്സിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ഉണ്ടാവും. ആ പ്ലെയിൻസിൽ വേർ ദർ ഈസ് നോ ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് വേർ ടോ ഈക്വൽ ടു 0, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ നമ്മൾ എന്ത് പറയും, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അപ്പോൾ നമ്മൾ നേരത്തെ മോർക്കോളം ഫെയിലിയർ തിയറിയിൽ പറയുന്നുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 2 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ്
മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ നമ്മൾ σ1 എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ നമ്മൾ σ3 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പറഞ്ഞു, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് ആണ്, പ്ലെയിൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് ആണ്, വേർ ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇല്ലാത്ത പ്ലെയിൻസ് ആണ്. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രെസ്സസിൽ ഏറ്റവും വലുത് ഏതാണോ അതാണെന്ത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഏറ്റവും ചെറുത് ഏതാണോ അതാണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇനി മോർ സർക്കിൾ. ഇനി ഒരു എലമെൻറ്റിലുള്ള ഒരു സോയിൽ സ്പെസിമെനിലുള്ള സ്ട്രെസ് കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് ബൈ മോർ സർക്കിളാണ്. മോർ സർക്കിളിനെ കുറിച്ച് നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോർ സർക്കിളിൽ അത് represents it is a graphical representation of state of stress at different planes. ഓരോ പ്ലെയിൻസിലുള്ള അതിൻ്റെ സ്ട്രെസ് കണ്ടീഷൻസ് ആണ്. ആ എലമെൻറ്റിലുള്ള സ്ട്രെസ് കണ്ടീഷനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് മോർ സർക്കിൾ. മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് state of stress at different planes. ഇനി ഒരു മോർ സർക്കിൾ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഒരു മോർ സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു സോയിൽ എലമെൻ്റ് എടുക്കാം. സോയിൽ എലമെൻറ്റിൽ ഹൊറിസോണ്ടൽ പ്ലെയിനാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ് σ1, അതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ് σ3, അതാണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇനി ഒരു ഒബ്ലിക് പ്ലെയിൻ ഉണ്ട്, അതിൻ്റെ ഡയറക്ഷൻ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനുമായിട്ട് തീറ്റ ആംഗിൾ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മോർ സർക്കിൾ വരയ്ക്കുന്നത് നോക്കാം. മോർ സർക്കിളിൽ രണ്ട് ആക്സിസ് ഉണ്ടാവും, ദാറ്റ് ഈസ് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് നോർമൽ സ്ട്രെസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, വൈ ആക്സിസ് ഷിയർ സ്ട്രെസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മയും വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് ടോയുമയാണ്. ഇനി ഫസ്റ്റ് നമ്മൾ എങ്ങനെ വരെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം σ1നെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ σ1 എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, അത് എക്സ് ആക്സിസിൽ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എ എന്നുള്ള പോയിൻ്റാണ് σ1. ഇനി σ3 അതും എക്സ് ആക്സിസിലാണ് ഡിനോട്ട് ചെയ്യുന്നത്, കാരണം അത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആയതുകൊണ്ടാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻസിനെയാണ് എക്സ് ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത്, അവിടെ ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാവില്ല. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിനെ എ എന്നായിട്ട് ഡിനോട്ട് ചെയ്ത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ബി എന്നുള്ള പോയിൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എ ബി എന്നുള്ള ലൈനിൻ്റെ സെൻറ്ററാണ് നമ്മൾ മോർ സർക്കിളിൻ്റെ സെൻറ്റർ, ദാറ്റ് ഈസ് സി. ഇനി വിത്ത് സെൻറ്റർ ആ സി ആൻഡ് റേഡിയസ് ആ സി ബി നമ്മളൊരു സർക്കിൾ വരയ്ക്കും. ആ സർക്കിളാണെന്ത് ആ നമ്മൾ നേരത്തെ കാണിച്ച എലമെൻറ്റിൻ്റെ മോർ സർക്കിൾ. ഇനി അതിൻ്റെ സെൻറ്റർ വരുന്നത് σ1 പ്ലസ് σ3/2 ആണ്. ഇനി ഡി എന്നുള്ള പോയിൻ്റാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു പ്ലെയിൻ, ഒബ്ലിക് പ്ലെയിൻ കാണിച്ചിട്ടുള്ള അതിൻ്റെ സ്ട്രെസ് കണ്ടീഷനെ ഡിനോട്ട് ചെയ്യുന്ന പോയിൻ്റ്. തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനാണ് വിത്ത് റെസ്പെക്റ്റ് ടു മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ പോൾ ഓഫ് മോർ സർക്കിൾ. ഒരു മോർ സർക്കിളിൻ്റെ പോൾ എന്താണ്? മോർ സർക്കിളിൽ വരുന്ന ഒരു ഡെഫിനേഷനാണ്. പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് ദാറ്റ് പ്ലെയിൻ. ആ മോർ സർക്കിളിൻ്റെ ഒറിജിനാണെന്ത്
പോൾ എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇനി അത് കണ്ടുപിടിക്കാൻ നമുക്ക് നോൺ ആയിട്ടുള്ള പ്ലെയിൻ ഡയറക്ഷനാണ് അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ നോൺ സ്ട്രെസ് വാല്യൂസും അറിയണം. അപ്പോൾ പ്ലെയിൻ ഡയറക്ഷൻ അറിയണം, അതുപോലെ തന്നെ അതിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂസും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പോൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മിനിമം 2 വാല്യൂസ് എങ്കിലും നമുക്ക് അറിയണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് σ1 σ3 ദാറ്റ് ഈസ് 2 സ്ട്രെസ് അറിയാം, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻസ് അറിയാം. σ1 ആക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനാണ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിലാണ്. ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനെ ഡിനോട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എന്ന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. എന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ബി ഡിനോട്ട് ചെയ്യുന്നത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെയാണ്. ദാറ്റ് ഈസ് അത് ആക്ട് ചെയ്യുന്നത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വെർട്ടിക്കലാണ്. നേരത്തെ ഉദാഹരണത്തിൽ കാണിച്ചതാണ്, വെർട്ടിക്കലാണ്. ദാറ്റ് ഈസ് ബിന്ന് നമ്മൾ ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈനും വരയ്ക്കാം. ഇനി ഈ ഹൊറിസോണ്ടൽ ലൈനും ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ ആ പോയിൻ്റാണ് എന്താ ഇതിൻ്റെ പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബി ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു ഒബ്ലിക് പ്ലെയിന് നമ്മൾ നേരത്തെ കാണിച്ചൊരു പ്ലെയിൻ ഉണ്ട്. ആ ഒബ്ലിക് പ്ലെയിനിലുള്ള സ്ട്രെസ് വാല്യൂസാണ്. ദാറ്റ് ഈസ് ഇതൊരു എലമെൻ്റാണ്, നമ്മൾ നേരത്തെ കാണിച്ച എലമെൻറ്റ്. അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് പറഞ്ഞിട്ടുണ്ട്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1ഉം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ3യും ആണ്. ആ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടലാണ്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെയിൻ വെർട്ടിക്കലാണ്. ഇനി വേറൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയിന്. അത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിനായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് വാല്യൂസിൻ്റെ ഇക്വേഷനാണ് σ = σ1 + σ3/2 + σ1 - σ3/2 cos 2θ. അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ടോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ σ1 - σ3/2 sin 2θ. ഇത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഡി എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ആണ് അതിലുള്ള സ്ട്രെസ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ഒബ്ലിക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത് σ = σ1 + σ3/2 + σ1 - σ3/2 cos 2θ. ടോ വരുന്നത് σ1 - σ3/2 sin 2θ. നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ മോർ സർക്കിൾ വരച്ചിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സിഗ്മ ആൻഡ് ടോ വാല്യൂസ് ഓൺ ഒബ്ലിക് പ്ലെയിൻസിൽ കണ്ടെത്താൻ കഴിയും. ഇനി മോർ കോളം ഫെയിലർ ക്രൈറ്റീരിയൻ്റെ ഒരു റിലേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫെയിലിയർ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ്സിനെയും സി വാല്യൂവിനെയും ഫൈ വാല്യൂവിനെയും. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ദാറ്റ് ഈസ് ടോ = സി + സിഗ്മ tan phi. ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ സ്ട്രെസ് ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ടോയും സിഗ്മയും. അപ്പോൾ ടോ ഈക്വൽ ടു ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് y ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈനാണ് ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഫെയിലിയർ എൻവലപ്പ്, ഫെയിലിയർ പ്ലെയിൻ അല്ല, ഫെയിലിയർ എൻവലപ്പ്. അപ്പോൾ അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് ആണ് സി, ദാറ്റ് ഈസ് കോഹഷൻ കോഎഫിഷ്യൻ്റ്. ഫൈ അതിൻ്റെ ആംഗിൾ, സ്ലോപ്പാണ് ഫ്രിക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ആ ലൈനിൻ്റെ സ്ലോപ്പ് ഫ്രിക്ഷൻ ആംഗിളും y ഇൻ്റർസെപ്റ്റ് ആംഗിൾ ഓഫ് കോഹഷനാണ് വരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോ ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. അതുപോലെ തന്നെ സ്ട്രെസ്സസ് ഓൺ ഒബ്ലിക് പ്ലെയിൻ, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. സിഗ്മ ഈക്വൽ ടു സിഗ്മ 1 പ്ലസ് സിഗ്മ 3/2 പ്ലസ് സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 കോസ് 2 തീറ്റ. ടോ ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 സൈൻ 2 തീറ്റ. അതുപോലെ തന്നെ മോർ സർക്കിൾ എങ്ങനെ വരയ്ക്കാമെന്നും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്ര കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടും പ്രോബ്ലംസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.